അതുപോലെ തന്നെ അന്നത്തെ കാലത്തുണ്ടായ ചില പത്രവാർത്തകൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അപ്പോൾ അതിൽ പറയുന്നത് ശശീന്ദ്രൻ്റെ പോസ്റ്റ്മോർട്ടം നടക്കുന്ന സമയത്ത് ഒരു പ്രമുഖനായ രാഷ്ട്രീയ നേതാവ് പോലീസ് സർജനെ വിളിച്ചു. അത് താങ്കൾക്ക് വേണ്ടിയാണെന്നൊക്കെയുള്ള ആരോപണമുണ്ട്. അതിൽ എന്തെങ്കിലും വസ്തുതകളുണ്ടോ? ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ ചില പരിമിതികളുടെ എല്ലാ കാര്യങ്ങൾക്കും ഉത്തരം പറയാം, എന്നാലും ഇതേക്കുറിച്ചൊരു മറുപടി പറയാം. ഇത്തരമൊരു പരാമർശം കുറ്റപത്രത്തിൽ എവിടെയോ നടന്നിട്ടുണ്ട്. എനിക്ക് വേണ്ടി പോലീസ് സർജനെ ബന്ധപ്പെടാനോ അദ്ദേഹത്തെ സമീപിക്കുവാനോ അദ്ദേഹത്തിനെ ഫോൺ ചെയ്ത് സ്വാധീനിക്കുവാനോ ഞാൻ ആരെയും ചുമതലപ്പെടുത്തിയിരുന്നില്ല. എനിക്ക് വേണ്ടി ആരെങ്കിലും ബന്ധപ്പെട്ടതായി അന്നത്തെ പോലീസ് സർജൻ ഡോക്ടർ PB ഗുജറാൾ മൊഴി നൽകിയിട്ടുമില്ല. മറിച്ച് ഒരു പ്രമുഖ രാഷ്ട്രീയ നേതാവ് ബന്ധപ്പെട്ടതായി അദ്ദേഹത്തിൻ്റെ മൊഴിയിൽ പറയുന്നുണ്ട്. ആ ബന്ധപ്പെട്ടതും സംസാരിച്ചതുമായ കാര്യങ്ങളെക്കുറിച്ച് അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ശ്രീ ജോമോൻ പുത്തമ്പരക്കൽ എന്ന മനുഷ്യാവകാശ പ്രവർത്തകൻ ഒരു പരാതി അന്നത്തെ ഉന്നത പോലീസ് അധികാരികൾക്ക് നൽകുകയുണ്ടായി. അന്നത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രിക്ക് നൽകുകയും അന്നത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രി പരേതനായ ശ്രീ കോടിയേരി ബാലകൃഷ്ണനാണ്. അദ്ദേഹം അത് അന്വേഷണത്തിന് വേണ്ടി തൃശ്ശൂർ IGക്ക് കൈമാറുകയുണ്ടായിട്ടുണ്ട്. ആ അന്വേഷണത്തിൽ എന്താണ് കണ്ടെത്തിയതെന്നോ അന്വേഷണത്തിൽ വെളിവാക്കപ്പെട്ട കാര്യങ്ങൾ എന്താണെന്നോ ഏത് രാഷ്ട്രീയ നേതാവ് എന്തുദ്ദേശത്തിന് വേണ്ടിയിട്ടാണ് വിളിച്ചതെന്നോ ഒന്നും അതിൻ്റെ ഒന്നും രേഖകൾ കുറ്റപത്രത്തോടൊപ്പം കാണുന്നില്ല, അതിന്ന് വെളിവാകുന്നില്ല. അത് ദുരൂഹമായി തന്നെ തുടരുന്നു. ഏതായാലും ഒരു കാര്യം വസ്തുതയാണ്, അക്കാലത്ത് ആരോ എന്തിനോ വേണ്ടി പോസ്റ്റ്മോർട്ടം നടത്തിയ ഉദ്യോഗസ്ഥരെ ബന്ധപ്പെട്ടിട്ടുണ്ട്. ഏതായാലും എനിക്ക് വേണ്ടിയല്ല. എനിക്ക് വേണ്ടി ആയിരുന്നെങ്കിൽ ഇക്കാര്യം ആ സർജൻ തന്നെ വെളിപ്പെടുത്തുകയും അതിൻ്റെ പേരിൽ പുതിയൊരു കേസ് എൻ്റെ പേര് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. തെളിവ് നശിപ്പിക്കാൻ വേണ്ടി, സർക്കാർ ഉദ്യോഗസ്ഥരെ സ്വാധീനിക്കാൻ വേണ്ടി ഇദ്ദേഹം മെനക്കെട്ടു എന്നതിൻ്റെ പേരിൽ മറ്റൊരു വകുപ്പ് കൂടി എൻ്റെ പേരിൽ ചാർജ് ചെയ്യുമായിരുന്നു. അതുകൊണ്ട് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു അത് എനിക്ക് വേണ്ടിയോ എൻ്റെ താല്പര്യാർത്ഥമോ സംഭവിച്ച കാര്യമല്ലെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഞാൻ ഈ കേസ് പഠിച്ചപ്പോൾ CBI അന്വേഷണം ഭയങ്കര വിചിത്രമായി തോന്നി. ആദ്യം ഒരു ടീം അന്വേഷിക്കുന്നു, പിന്നീട് പുനരന്വേഷണം വരുന്നു. അപ്പോൾ അവസാനം അവർ നടത്തിയ കണ്ടെത്തലിലും ഈ ആത്മഹത്യാ പ്രേരണ കുറ്റം ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്തായിരുന്നു CBI അന്വേഷണത്തിൻ്റെ പ്രോസസ്സ് ഒന്ന് ഓർക്കാൻ പറ്റുന്നുണ്ടോ? വളരെ വിശദമായി പറയാൻ ചില പരിമിതികളുണ്ട്, എന്നാലും വളരെ ചുരുക്കി ഞാൻ അതിനെക്കുറിച്ച് പറയാം. CBI ആദ്യഘട്ടത്തിൽ ഒരു കുറ്റപത്രം സമർപ്പിച്ചു. അത് മജിസ്ട്രേറ്റ് കോടതിയിലായിരുന്നു, ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ആദ്യം സമർപ്പിച്ചു. ആ അന്വേഷണം വേണ്ടത്ര ശരിയായില്ല എന്ന് പറഞ്ഞുകൊണ്ട് മജിസ്ട്രേറ്റ് കോടതി തന്നെ ആ കുറ്റപത്രം മടക്കി. ആ മടക്കാനിടയായ ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. ആ പശ്ചാത്തലം എന്താണെന്ന് വെച്ചാൽ, ഞാൻ നൽകിയ ഒരു ജാമ്യ ഹർജിയുമായിട്ട് ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട കോടതിയിൽ നിന്ന് ഒരു ഉത്തരവുണ്ടായി. എൻ്റെ ജാമ്യം അപേക്ഷ നിരസിച്ചുകൊണ്ടുള്ള ഒരു ഉത്തരവ്. ആ ഉത്തരവിൽ പ്രസ്തുത ജഡ്ജി, പ്രസ്തുത നീതിപീഠം പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. അദ്ദേഹം പറയുകയാണ്, ഈ കേസ് ഒരു ആത്മഹത്യയെ മാത്രമായിട്ട് ഒതുക്കാൻ കഴിയില്ല. ഇതിൽ ദുരൂഹമായ കുറേ കാര്യങ്ങൾ കിടക്കുന്നു. തീർച്ചയായും ഇതിനകത്തൊരു കൊലപാതക സാധ്യത നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് കൊലപാതകത്തിനുള്ള സാധ്യത, ഈ പരേതനായ ശശീന്ദ്രൻ 2 കുഞ്ഞുങ്ങളും കൊല ചെയ്യപ്പെട്ടിരിക്കാനുള്ള സാധ്യത ധാരാളമായി കാണുന്നു. കേസ് ഡയറി പരിശോധിച്ചതിൽ നിന്നും എനിക്ക് അത്തരത്തിൽ ചില സൂചനകൾ തോന്നുന്നു. അതുകൊണ്ട് നിർബന്ധമായും CBI കൊലപാതകമാണോ അല്ലയോ എന്നുള്ള കാര്യം സൂക്ഷ്മമായും സമഗ്രമായും പരിശോധിക്കേണ്ടിയിരിക്കുന്നു എന്നൊരു പരാമർശം എൻ്റെ ജാമ്യ ഹർജി തള്ളിക്കൊണ്ടുള്ള കോടതി വിധിയിൽ ഉണ്ടാകുകയുണ്ടായി. സ്വാഭാവികമായി അതിൻ്റെ കൂടെ ഫലമായി മജിസ്ട്രേറ്റ് കോടതി കുറേ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആദ്യത്തെ കുറ്റപത്രം മടക്കി. അങ്ങനെ വീണ്ടും ആ ഉദ്യോഗസ്ഥൻ്റെ താഴെയുള്ള മറ്റൊരു ഉദ്യോഗസ്ഥൻ ഉപയോഗിച്ചുകൊണ്ട് മറ്റൊരു കുറ്റപത്രം തയ്യാറാക്കി.
രണ്ടാമത്തെ കുറ്റപത്രം സമർപ്പിക്കപ്പെട്ടു. രണ്ടാമത്തെ കുറ്റപത്രം സമർപ്പിച്ച് അത് സെഷൻസ് കോടതിയിലേക്ക് നീങ്ങുന്ന വേളയിൽ മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്നും ആ കേസ് കമ്മിറ്റ് ചെയ്ത് സെഷൻസ് കോടതിയിലേക്ക് എത്തുന്നു. ഈ ഘട്ടത്തിലാണ് പരേതനായ ശശീന്ദ്രൻ്റെ സഹോദരൻ ഡോക്ടർ വി സനൽകുമാർ അദ്ദേഹം ഹൈക്കോടതിയെ സമീപിക്കുക. അദ്ദേഹവും ഒരു മനുഷ്യാവകാശ പ്രവർത്തകൻ, എനിക്ക് പേര് പറയാൻ വലിയ താല്പര്യമില്ല, അദ്ദേഹത്തിന് ഇതുവഴി ഒരു പ്രസിദ്ധി കൂടിയും കൊടുക്കേണ്ട കാര്യമില്ലല്ലോ, അദ്ദേഹം കൂടി ചേർന്ന് രണ്ടുപേരും കൂടി ചേർന്ന് ഒരു ഹർജി ഫയൽ ചെയ്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ ഹർജിയിൽ പറയുന്നു ഈ മരണങ്ങൾ കൊലപാതകങ്ങളാണ്, ആത്മഹത്യയല്ല, CBI ആത്മഹത്യ എന്ന് പറഞ്ഞുകൊണ്ട് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഇതിൽ തുടരന്വേഷണം ആവശ്യമാണ്, ഫർദർ ഇൻവെസ്റ്റിഗേഷൻ നിർബന്ധമാണ്, അത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി അതിന് ഉത്തരവിടണമെന്ന് പറഞ്ഞു. ആ ഹർജിയുടെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി തുടരന്വേഷണത്തിന് ഉത്തരവിട്ടു. അങ്ങനെ CBI ഒരു തുടരന്വേഷണം വീണ്ടും നടത്തി. ഡൽഹിയിൽ നിന്നുള്ള ഒരു ഉദ്യോഗസ്ഥരും കേരളത്തിൽ നിന്നുള്ള ഏതാനും ഉദ്യോഗസ്ഥരെല്ലാം കൂടി ചേർന്ന് ഒരു തുടരന്വേഷണം നടത്തി പൂർത്തിയാക്കി മൂന്നാമത്തെ കുറ്റപത്രം സെഷൻസ് കോടതിയിൽ സമർപ്പിച്ചിരിക്കുകയാണ്. ഇതാണ് ഈ കുറ്റപത്രത്തെക്കുറിച്ച് ഉള്ള ഇപ്പോഴത്തെ പ്രസന്റ് സ്റ്റാറ്റസ്. ഇങ്ങനെ ഈ കുറ്റപത്രം അടുത്ത നടപടികളിലേക്ക് കടക്കുന്നതിന് വേണ്ടി സെഷൻസ് കോടതി പരിഗണിച്ചുകൊണ്ടിരിക്കെ കുറ്റപത്രത്തിൻ്റെ പകർപ്പ് ആവശ്യപ്പെട്ടുകൊണ്ട് ഡോക്ടർ വി സനൽകുമാർ വീണ്ടും കോടതിയെ സമീപിക്കുകയും പകർപ്പ് സമ്പാദിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ പകർപ്പ് സമ്പാദിച്ചിരിക്കുന്നത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിച്ച് ഈ തുടരന്വേഷണം ശരിയായില്ല എന്നും ഇത് വാസ്തവത്തിൽ കൊലപാതകം തന്നെയാണെന്നും കൊലപാതകങ്ങളാണെന്നും അതിനു വേണ്ടിയിട്ടുള്ള അത് കണ്ടെത്താനുള്ള അന്വേഷണം വീണ്ടും നടത്തണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട കോടതിയെ സമീപിക്കുവാൻ പോകുന്നു എന്നാണ് ഫ്ലവേഴ്സ് ചാനലിൽ അദ്ദേഹം ഏതാണ്ട് 1 മണിക്കൂറോളം നീണ്ട ഒരു അഭിമുഖത്തിലും പത്രങ്ങൾക്ക് നൽകിയ പ്രസിദ്ധീകരണത്തിന് വേണ്ടി നൽകിയിട്ടുള്ള പത്രക്കുറിപ്പിലൊക്കെ ഞാൻ വായിച്ചെടുത്തതും കേട്ടതും അതാണ്. അതുകൊണ്ട് ഇനി വീണ്ടും ഹൈക്കോടതിയെ സമീപിക്കുമോ, ഹൈക്കോടതി ഈ കാര്യത്തിൽ ഇനി എന്ത് ഉത്തരവ് പുറപ്പെടുവിക്കും എന്നതൊക്കെ എനിക്ക് പ്രവചിക്കുക സാധ്യമല്ല. അതിൻ്റെ ആ കോടതികളുടെ ഉത്തരവനുസരിച്ച് തുടർ നടപടികൾ ഉണ്ടായിരിക്കും. ഈ വിജിലൻസിലെ ചില ഉദ്യോഗസ്ഥർ താങ്കളോട് ശത്രുതാപൂർവ്വം പെരുമാറി എന്ന് പറഞ്ഞു. അതുപോലെ CBIയുടെ ഭാഗത്തുനിന്ന് അങ്ങനത്തെ സമ്മർദ്ദങ്ങൾ ഉണ്ടായോ? ഉദാഹരണമായിട്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ വിശ്വാസ്യതയുള്ളൊരു സംഭവമാണ് ഇപ്പോൾ CBI, നമ്മൾ സിനിമയായിട്ടൊക്കെ ആഘോഷിക്കുന്നത്. പക്ഷേ ഈ കേസിൽ അവർക്ക് പോലും കൃത്യമായി സ്റ്റാൻഡ് എടുക്കാൻ പറ്റുന്നില്ല. മാത്രമല്ല, ഞാൻ ഈ കേസ് പഠിച്ചപ്പോൾ അതിൽ കണ്ടത് ആദ്യം ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനെ അന്വേഷിക്കുന്നു, പിന്നെ അതിനേക്കാളും താഴെ ഉദ്യോഗസ്ഥനെ അന്വേഷിക്കുന്നു. അപ്പോൾ ഈയിടെ ഒരു വാർത്ത വന്നിരുന്നു, ഇനിയിപ്പോൾ അത് CBIയിലെ കോൺസ്റ്റബിളാണോ കേസ് അന്വേഷിക്കാനുള്ള രീതിയിൽ. അപ്പോൾ ഇങ്ങനെ മാറി മറിയുന്നത് CBIയുടെ തന്നെ ഒരു വിശ്വാസ്യതയെ ബാധിക്കുന്ന ഒരു സംഭവമല്ലേ? CBIയുടെ വിശ്വാസ്യതയെക്കുറിച്ച് ഒരു നേരിട്ട് ഉത്തരം എനിക്ക് പറയാൻ സാധിക്കില്ല എന്ന് അങ്ങേക്ക് മനസ്സിലാവും. സത്യസന്ധമായ ഒരു ഉത്തരം പറയാൻ കഴിയില്ല. അപ്പം അതുകൊണ്ട് നേരിട്ട് ആ ചോദ്യത്തിന് അങ്ങനെ ഒരു ഉത്തരം പറയുന്നില്ല. അതേസമയം അങ്ങ് പറഞ്ഞത് ശരിയാണ്. CBIയുടെ വിവിധ തലത്തിലുള്ള ഉദ്യോഗസ്ഥർ ഈ കേസ് അന്വേഷിക്കുകയുണ്ടായി. അഡീഷണൽ SP റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ അന്വേഷിച്ചു, SP റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ്റെ മേൽനോട്ടത്തിൽ അന്വേഷിച്ചു, DYSP റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ അന്വേഷിച്ചു, സർക്കിൾ ഇൻസ്പെക്ടർ റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ, പിൽക്കാലത്ത് അദ്ദേഹം DYSP ആയി മാറി, അവരന്വേഷിച്ചു. ഇങ്ങനെയൊക്കെയുള്ള വീണ്ടും DYSP റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ അന്വേഷിച്ചു. ഇങ്ങനെയൊക്കെയുള്ള തലങ്ങളിലൊക്കെയുള്ള ഉദ്യോഗസ്ഥർ ഈ അന്വേഷണം നടത്തി എന്നുള്ളത് ശരിയാണ്. ഇത് ആത്മഹത്യാ പ്രേരണ കുറ്റമാണെന്നും ആദ്യഘട്ടത്തിൽ പ്രതികളായി ചേർക്കപ്പെട്ട 2 പേരെ മാപ്യസാക്ഷികളാക്കുക, അതായത് പരേതനായ ശശീന്ദ്രനെ പീഡിപ്പിച്ചു എന്ന് ആരോപിക്കുന്ന അല്ലെങ്കിൽ പീഡനം നേരിട്ട് നടത്തിയെന്ന് ആരോപിക്കുന്ന 2 ഉദ്യോഗസ്ഥരെ മാപ്പുസാക്ഷികളാക്കി അവരോട് നിങ്ങൾ പോയി പരേതനായ ശശീന്ദ്രനെ പീഡിപ്പിക്കണമെന്ന് ടെലിഫോൺ വഴി ആവശ്യപ്പെട്ടു എന്ന് ആരോപിക്കപ്പെടുന്ന രാധാകൃഷ്ണനെ ഒരേ ഒരു പ്രതിയുമാക്കി മാറ്റിയ
അന്വേഷക സംഘ തലവന് എതിരെ നിരവധി പ്രതികൂല കോടതി നിരീക്ഷണങ്ങളും പരാമർശങ്ങളും ഉണ്ട്. അത് വസ്തുതയാണ്. വിവിധ കേസന്വേഷണങ്ങളുടെ ഭാഗമായി പ്രസ്തുത അന്വേഷണ ഉദ്യോഗസ്ഥനെതിരെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയും കീഴ്ക്കോടതികളും രൂക്ഷമായ പ്രതികൂലമായ നിരീക്ഷണങ്ങൾ പരാമർശങ്ങളും നടത്തിയിട്ടുണ്ട്. നിർഭാഗ്യവശാൽ എനിക്കെതിരെയുള്ള കേസന്വേഷണത്തിൻ്റെ മുഖ്യ അന്വേഷകൻ അല്ലെങ്കിൽ കേസിന് വഴിത്തിരിവുണ്ടാക്കി എന്ന് അവകാശപ്പെടുന്ന അല്ലെങ്കിൽ വഴിതിരിച്ചു വിട്ടു എന്ന് അവകാശപ്പെടുന്ന ഉദ്യോഗസ്ഥൻ ഇങ്ങനെ വിമർശനങ്ങൾക്കും നിരീക്ഷണങ്ങൾക്കും വിധേയനായ ഉദ്യോഗസ്ഥനാണ്. അതെൻ്റെ ദൗർഭാഗ്യം എന്നല്ലാതെ അതിൽ കൂടുതലൊന്നും തൽക്കാലം ഞാൻ പറയുന്നത് ശരിയല്ല. ഞാൻ പറയുന്നത് എനിക്ക് ദോഷകരമായി ഭവിക്കും.